ഹായ് ഹലോ. ഈ വീഡിയോ എടുത്ത് വെച്ചിട്ടൊരു 4-5 ദിവസമായി കാണും കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ കബോർഡിൻ്റെ വർക്ക് കാരണം കുറച്ച് പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കിത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയി കേട്ടോ. ഏട്ടൻ ജോലിന് നേരത്തെ വരുന്ന ദിവസങ്ങളിൽ വേദക്കുട്ടിക്ക് എവിടെയെങ്കിലും നൈറ്റ് ഡ്രൈവ് പോകണം കേട്ടോ. ഇപ്പോൾ അതൊക്കെ ഒരു ശീലമാക്കി വെച്ചിരിക്കുകയാണ് അവൾ. അപ്പോൾ അങ്ങനെ ഇരിക്കാൻ ഞങ്ങൾ സാധാരണ പോകുന്നത് ശംഖുമുഖം ബീച്ചിലൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ട് തിരിച്ച് വരുവാണ് പതിവേ. എന്നാൽ പിന്നെ ഇന്ന് വെട്ടുകാട് തിരുനാൾ മഹോത്സവം നടക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെ അവിടെ ഒന്ന് പോയി തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങുന്നത്. അപ്പോൾ കുറച്ച് ദൂരം പോയപ്പോൾ തന്നെ ഭയങ്കര ബ്ലോക്കായിരുന്നേ. അപ്പോൾ നല്ല തിരക്കുണ്ടാവുമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. വണ്ടി ഒന്നും കയറ്റി വിട്ടില്ലായിരുന്നേ. അപ്പോൾ ഏട്ടനും വൈശുവും കൂടെ വണ്ടി കുറച്ച് ദൂരെ പാർക്ക് ചെയ്യാൻ വേണ്ടി പോയായിരുന്നു. എന്നെ വേദക്കുട്ടിയെ റോട്ടിലോട്ട് ഇറക്കി വിട്ടു കേട്ടോ. അപ്പോൾ എന്നാൽ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ പതിയെ നടന്ന് പോവുകയാണേ. അപ്പോൾ വേദക്കുട്ടിക്ക് കുറച്ച് ആൾ കൂടുതലുള്ള സ്ഥലത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവൾക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ എടുത്തോണ്ട് നടക്കണം കേട്ടോ. അങ്ങനെ അവളെ എടുത്തുകൊണ്ട് ഞാനിങ്ങനെ നടന്ന് പോവുകയാണേ. അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ഏട്ടനും വൈശും വണ്ടി പാർക്ക് ചെയ്യാൻ പോയെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അവർ വണ്ടി പാർക്ക് ചെയ്തിട്ട് തിരിച്ച് വരുന്ന സമയത്ത് എന്നെ ഫോൺ ചെയ്യാമെന്നാണ് കേട്ടോ പറഞ്ഞത്. പക്ഷേ ഉണ്ടല്ലോ, ഞങ്ങൾ ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് കയറിയപ്പോൾ പാട്ടും കാര്യങ്ങളും ഒക്കെ ഇട്ടിരുന്നത് കൊണ്ട് ഫോണിൻ്റെ ഒരു റിംഗ് ട്യൂൺ പോലും എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് ഞാൻ ഏട്ടനെ ഒരുപാട് തവണ ട്രൈ ചെയ്തു കേട്ടോ. ഞാൻ ഇന്ന സ്ഥലത്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് എവിടെ കേൾക്കാൻ, ഭയങ്കര സൗണ്ടായിരുന്നേ. പിന്നെ അവസാനം ഏട്ടനും വൈശും കൂടെ നടന്നു പോകുന്നത് വേദക്കുട്ടി കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ അവരെ പിടിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് നടന്നേ. അപ്പോൾ ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ട് നടന്നു. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ വെട്ടുകാട് പള്ളിയിൽ ക്രിസ്തു രാജസ്ത തിരുനാൾ മഹോത്സവമാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാ വർഷവും നടക്കുന്ന സംഭവമാണ്. അപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾ വരാറുണ്ട്. പിന്നെ ഇവിടുത്തെ മെഴുകുതിരി കത്തിക്കുന്നത് വൈശുവിനും ഞങ്ങൾക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മെഴുകുതിരിയൊക്കെ കത്തിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പള്ളിയുടെ ചുറ്റും ലൈറ്റൊക്കെ കാണാൻ വേണ്ടി നടന്നു കേട്ടോ. പറയാതെ വയ്യ കേട്ടോ. ഈ പള്ളിയിൽ ചുറ്റും ഈ ലൈറ്റ് സെറ്റിംഗ് ഇട്ടിരിക്കുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ. കാണാൻ തന്നെ കണ്ണിന് ഭയങ്കര കുളിർമയായിരുന്നേ. ഒരുപാട് സമയം ഞങ്ങൾ നിന്ന് വീഡിയോ എടുക്കുകയും ഇത് നോക്കിക്കൊണ്ട് കുറേ നേരം നിന്നായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ താഴത്തോട്ട് ഒരുപാട് കടകളും കാര്യങ്ങളും വഴിയോര കച്ചവടവും ഒക്കെ ഉണ്ടായിരുന്നേ. എല്ലാ വർഷവും ഞങ്ങൾ അവിടെ പോയി എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കുമായിരുന്നേ. പക്ഷേ ഈ വർഷം ഞങ്ങൾ പോയില്ല കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പള്ളിക്കകത്ത് ഞങ്ങൾ കയറിയായിരുന്നേ. ഇതിനകത്ത് കയറിയാലുണ്ടല്ലോ എപ്പോഴും ഭയങ്കര ഒരു ശാന്തതയാണ് കേട്ടോ. നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും ഈ പള്ളിക്കകത്ത് കയറി നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇരുന്നാൽ മതി കേട്ടോ. ഭയങ്കര മനസ്സിന് ശാന്തത കിട്ടും കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം പള്ളിയിൽ കയറി തൊഴുതിട്ട് ഞങ്ങൾ ബാക്ക് വഴി ഇറങ്ങി കേട്ടോ. ബാക്ക് വഴി ഇറങ്ങുന്ന കാഴ്ചയാണ് കേട്ടോ ഇതിൽ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ലൈറ്റ് സെറ്റിംഗ് ഒക്കെ ഞങ്ങൾ കുറേ നേരം നോക്കിക്കൊണ്ടിരുന്നു. ഇത് എന്തായാലും സൂപ്പറായിരുന്നു കേട്ടോ. കാണേണ്ട ഒരു കാഴ്ചയായിരുന്നു. പക്ഷെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയി കേട്ടോ. അല്ലെങ്കിൽ നടക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളത് അപ്ലോഡ് ചെയ്തേനെ. എനിക്കിവിടെ കുറച്ച് പണിക്കാരൊക്കെ നിന്നതുകൊണ്ടാണ് കേട്ടോ അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊന്നും പറ്റാതിരുന്നത്. അതിനുശേഷം ഞങ്ങൾ പിന്നെ അവിടെ നിന്നില്ല കേട്ടോ. കുറച്ച് നേരമൊക്കെ അവിടെ ഈ ലൈറ്റൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു നടന്നേ. അത്രമാത്രം ജനമായിരുന്നേ. ഞങ്ങൾക്ക് പിള്ളേരെയും കൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ വേദക്കുട്ടിയും രാത്രി ആയതുകൊണ്ട് പിന്നെ അങ്ങ് ക്ഷീണിച്ചായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു നടന്നപ്പോൾ വേദക്കുട്ടിക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കായിരുന്നേ. അപ്പോൾ അവൾക്ക് ചെറിയ ജലദോഷം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഐസ്ക്രീം ഒന്നും മേടിച്ച് കൊടുക്കാതെ ഇങ്ങനെ നടക്കുകയായിരുന്നു. അങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങളുടെ കണ്ണിൽ ഈ മാങ്ങ മുളക് പൊടിയൊക്കെ ഇട്ട് വച്ചിരിക്കുന്നത് കണ്ടത്. അപ്പോൾ പിന്നെ പിള്ളേർക്കത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ അതിലൊരു പൊതി മേടിച്ചേ. അപ്പോൾ ആ ആൻറ്റി മുളക് പൊടി ഇട്ടതുണ്ടല്ലോ ഒരുപാട് കൂടിപ്പോയി. ഞങ്ങൾ കുറച്ചിട്ടാൽ മതി എന്ന് പറഞ്ഞതാണ്, പക്ഷെ നിറച്ചിട്ട് കേട്ടോ. അങ്ങനെ പൈനാപ്പിൾ മേടിച്ചായിരുന്നേ. മാങ്ങയാണെങ്കിൽ പിള്ളേർ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര എരിഞ്ഞിട്ട് പുകച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവർ കഴിച്ചില്ല. പിന്നെ ഞാനും ഏട്ടനും കൂടെ ബാലൻസ് കഴിച്ചിട്ട് പിന്നെ ഒരു രക്ഷയില്ല. വെള്ളമാണെങ്കിൽ ഞങ്ങൾ സാധാരണ എവിടെയെങ്കിലും ഇറങ്ങുമ്പോൾ ഒരു കുപ്പി വെള്ളം കയ്യിൽ കരുതാറുണ്ട്. ഈ പ്രാവശ്യം അതും എടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് എരിഞ്ഞതുകൊണ്ട് പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ ഓരോ ഐസ്ക്രീം മേടിച്ച് കഴിക്കാമെന്ന്. അപ്പോൾ വരുന്ന വഴിക്ക് തന്നെ ഐസ്ക്രീമൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ കൊണ്ട് വിൽക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ 4 ഐസ്ക്രീം മേടിച്ചു. അങ്ങനെ ഐസ്ക്രീം കഴിച്ചപ്പോൾ ഒരു ആശ്വാസമായിട്ടോ നാക്കിന്. അതിനുശേഷം പിന്നെ വരെ ഞങ്ങൾ അവിടെ നിന്നില്ല കേട്ടോ. ഞങ്ങൾ തിരിച്ചിറങ്ങി ഞങ്ങളൊരു ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങളിങ്ങനെ തിരിച്ചായിരുന്നേ. പിന്നെ ഇതിനിടയ്ക്ക് ഞങ്ങൾ കുറച്ച് സാധനങ്ങളിവിടെ മേടിച്ചായിരുന്നേ. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ കുറച്ച് മുട്ടായിയാണ് കേട്ടോ.
മുട്ടായി എന്ന് പറഞ്ഞാൽ വെറൈറ്റി ആയിട്ട് മുട്ടായി എന്ന് കണ്ടതുകൊണ്ടാണ് കേട്ടോ ഞങ്ങളത് മേടിച്ചത്. നല്ല രസമുണ്ടായിരുന്നു, കാണാനും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ വേദക്കുട്ടിക്ക് എവിടെയെങ്കിലും പോയ മുട്ടായും കാര്യങ്ങളാണ് പ്രിയം. പിന്നെ അങ്ങനെ കുറച്ച് മുട്ടായി വാങ്ങിച്ചും കൊണ്ട് ഞങ്ങൾ വീട്ടിൽ വന്നേ. അപ്പോൾ ഇതൊക്കെയാണ് ആ മുട്ടായി. ഇത് നല്ല കരടിയുടെ നല്ല രസമുണ്ട് കേട്ടോ മുട്ടായി. ഇത് കണ്ടാൽ ഞങ്ങൾ കരടി മുട്ടായി ആണെന്ന് തോന്നുമെങ്കിലും ഇത് പുറത്തെ കവറിലുള്ള പാക്കറ്റിൽ പടം വരച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിനകത്ത് ഇതുപോലെ 2 വെള്ള കളറുള്ള ബോളായിരുന്നേ. അത് മുട്ടായി വലിയ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു, എന്നാലും കാണേണ്ട ഒരു രസത്തിന് മേടിച്ചു കേട്ടോ. അതുകൊണ്ട് ഈ ചെറിയാണ്, ആ റെഡ് കളർ ചെറിയ ആ ഭംഗിയുണ്ട് മേടിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള പേടയും കൂടെ മേടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ.